ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം മോൻ്റെ സമയത്ത് ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായി. 7 മന്ത് പൂർത്തിയായിട്ട് 8 മന്ത് സ്റ്റാർട്ടായ സമയത്ത് തന്നെ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തോ പല കാരണങ്ങളാൽ കുറച്ചധികം നീണ്ടുപോയി. കുറച്ചുകൂടി നേരത്തെ തയ്യാറാക്കണം. നമ്മളൊരു 8 മന്ത് ആകുമ്പോഴത്തേക്കൊക്കെ തയ്യാറാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ലേറ്റാണ്. 9 മന്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 36 വീക്സ് ആയി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ഹോസ്പിറ്റലിലാണ്, എത്ര മാസമായി, ഡേറ്റ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേയായിട്ട് ഞാൻ ജസ്റ്റ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സാധനം കണ്ടോ. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ റൂമിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ഓൾറെഡി ഇത് നമ്മൾ കട്ടിലാണ് ഇരിക്കുന്നത്, ബെഡിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. ഇത് പ്രഗ്നൻസി പില്ലാണ്. ഓൾറെഡി ഞാൻ ഒരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് പുതിയതാണ് കേട്ടോ. ഇത് വന്നിട്ട് ക്വിൽറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബ്രാൻഡിൻ്റെ പ്രഗ്നൻസി പില്ലോയാണ്. ഇത് അടിപൊളി, ഭയങ്കര ഇത് ഒരു യു ഷേപ്പാണ് കേട്ടോ, സി ഷേപ്പ് അല്ല. ഇത് യു ഷേപ്പാണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇങ്ങനെ ഇരിക്കാനും അതുപോലെ തന്നെ ലാപ്ടോപ്പൊക്കെ നോക്കാനും ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇതുപോലെ വയറിനൊരു താങ്ങ് കൊടുക്കാനൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കണ്ടോ. ഞാൻ ജസ്റ്റ് ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ എടുത്ത് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കിടക്കുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈവൻ ദോ നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ച് നമുക്കിങ്ങനെ ഇരുന്ന് നല്ല സെറ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. കാരണം ഞാൻ റൂമിനകത്താണ് ഇരിക്കുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ നല്ല ഇതുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് വെക്കുക. അപ്പം ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. കാരണം ബേബിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ പ്രഗ്നൻസിയിൽ മോൻ്റെ സമയത്തും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ പറയില്ലേ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ ഒന്നും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ട് ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചില്ല. ഈ പ്രാവശ്യം കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറേ പ്രോഡക്ട്സുകൾ നമ്മുടെ ആമസോണിൽ വിഷ് ലിസ്റ്റിലിട്ട് ഒരു കാറ്റഗറി ഒരു ഇത് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഡെലിവറിയിൽ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഓർഡർ ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. ഒരു സാധനം പോലും വാങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ആഫ്റ്റർ ഡെലിവറിയിൽ ഞാൻ ആ ഒരു വിഷ് ലിസ്റ്റിൽ ഇട്ട് കുറേ സാധനങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ആഫ്റ്റർ ഡെലിവറിയിലാകുമ്പോൾ നമുക്ക് കൺഫേം ആവില്ല ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്നുള്ള അറിയാം. അപ്പോൾ അതനുസരിച്ചിട്ട് വാങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഉള്ള കൂടുതൽ സാധനങ്ങളാണ്. പിന്നെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് മോൻ്റെ സമയത്ത് യൂസ് ചെയ്ത 2 ടവൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബ്ലാങ്കറ്റ് മാതിരി നമ്മൾ റോപ്പ് ചെയ്ത് എടുക്കുന്നത്, പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടവലും. ഈ ഒരു 2 സാധനം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് അവിടെ വാങ്ങാം, ഹോസ്പിറ്റലിൽ തന്നെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നോ വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു കുഞ്ഞാക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഇത് മോൻ്റെ സമയത്ത് യൂസ് ചെയ്ത 2 ടർക്കികളാണ്. അത് 2 മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് വൈറ്റ് കളറിലെ നമ്മുടെ മുണ്ടുണ്ടല്ലോ, അതാണ്. ഇത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യം വരുമോ ഇല്ലേന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 3 മുണ്ടാണ്. നന്നായിട്ട് കഴുകി ഉണക്കി വെയിലത്ത് തന്നെ ഉണക്കി എടുക്കണം കേട്ടോ. നമ്മളെപ്പോഴും അതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ അതൊരു 3 മുണ്ടാണ് ഞാൻ എടുക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ ആവശ്യം വരില്ല. ചില ഹോസ്പിറ്റലിൽ നമുക്ക് ലിസ്റ്റ് തരും, നമുക്ക് എന്തൊക്കെയാണ് കൊണ്ട് ചെല്ലേണ്ടത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് തരും. അങ്ങനെ ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ലിസ്റ്റൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പാക്കിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ടവലാണ്. അത് സാധാരണ നമ്മുടെ തല തോർത്തുന്ന തോർത്തും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മൈക്രോ ഫൈബറിന്റെ ടവല് വലുതൊരെണ്ണം ചെറുതൊരെണ്ണം, അങ്ങനെ ഒരു 3 ടവലാണ് എടുത്തേക്കുന്നത് കേട്ടോ.
അപ്പം നിങ്ങൾക്ക് തോർത്താണ് എടുക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാൻ കൂടുതലും മൈക്രോ ഫൈബറിൻ്റെ ആ ഒരു ടവലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടവലാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഫീഡിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നൈറ്റിയാണ്. ഇത് ഓൾറെഡി ഞാൻ ആമസോൺ ഹോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ 4 എടുക്കുന്നുള്ളൂ. അപ്പം എനിക്കറിയില്ല സി സെക്ഷൻ ആയിരിക്കുമോ നോർമൽ ഡെലിവറി ആയിരിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പ്ലാസൻ്റയിലെ ചെറിയ വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പം സി സെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം 9th മന്തിലെ സ്കാനിങ് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ മാത്രമേ കൺഫേം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, നോർമൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൻ്റെ സമയത്ത് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 4 നൈറ്റിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് എടുത്തേക്കുന്നത് ഡ്രസ്സ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഹസ്ബൻഡിൻ്റെ ഡ്രസ്സാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡാണ് കൂടെ നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേരെയൊന്നും അലോട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമേ കൂടെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സാണ്. അത് 3 ജോഡി ഡ്രസ്സാണ്. അതായത് ടീഷർട്ട് പാൻറ് അത് ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ 3 ജോഡിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അധികം ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്ന് എടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. പിന്നെ ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് വേണ്ടുന്നതാണ് മെഗ്നറ്റി ബ്രായാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഫീഡിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രായാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അത് എത്തിയിട്ടില്ല കേട്ടോ. എത്തിയതിന് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന അണ്ടർ ഗാർമെൻറ്റ്സും അതിൻ്റെ അതായിട്ടുള്ള സാധനങ്ങളുമാണ് വേണ്ടത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മെറ്റർനിറ്റി പാർട്സുകളാണ് കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത് ഒരു 14 പീസ് വരുന്ന അത്യാവശ്യം നല്ല ഹെവി ഫ്ലോ തുടക്കത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഒരു സി സെക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവൂ. കാരണം സി സെക്ഷനൊക്കെ ആണെങ്കിൽ യൂട്രസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നത് കാരണം അധികം ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. നോർമൽ ഡെലിവറിക്കാർക്കായിരിക്കും ഇങ്ങനെയുള്ള അധികം ഹെവി ഫ്ലോ ഉള്ള പാടുകൾ വേണ്ടത്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇത് ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ. മെഗ്നറ്റി പാഡ് ഒരു 14 പീസിൻ്റെ ഒരു ഒരെണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതാണെങ്കിൽ നമുക്ക് നമ്മുടെ പാൻറ്റിയിൽ ഫിക്സ് ചെയ്യണം. ഇതാണെങ്കിൽ നമുക്ക് പാൻറ്റീസോട് കൂടിയ നമ്മുടെ സാധാരണ കുട്ടികളുടെ സ്നഗ്ഗി മാതിരിയില്ലേ അതേമാതിരിയുള്ളതാണ്. ഇത് ക്ലോവിയുടേതാണ്. ഇത് 2 പീസ് വരുന്നതാണ്. ഇതിൻ്റെ ഒരു 3 സെറ്റ് 5 വരുന്ന ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാതും ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ എല്ലാം യൂസ്ഫുൾ ആവുമോ ഇല്ലേ എന്നുള്ള കാര്യം. മാക്സിമം ഒരു 5 days ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3 days. നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ 3 days ആണ്. ഇനി സി സെക്ഷനൊക്കെ ആണെങ്കിലും ഒരു 5 days ആണ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുക. അത് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു 3 ഇതാണ് എടുത്തേക്കുന്നത്. ഈ 3 എണ്ണത്തിനകത്തും കൂടി 6 പീസാണുള്ളത് കേട്ടോ. ഒരു ബോക്സിനകത്ത് 2 എണ്ണം വീതമാണ് ഉള്ളത്. അപ്പോൾ അതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ന്യൂ മോമിൻ്റെ തന്നെ മെഗ്നറ്റി സാനിറ്ററി പാഡാണ്. ഇത് വന്നിട്ട് ഒരു ബോക്സിനകത്ത് 5 പീസാണെന്നാണ് എൻ്റെ ഇത് ഒരു കവറിനകത്ത് 5 എണ്ണം ആണ് ഉള്ളത്. ഇത് ഞാൻ ഒരു സെറ്റായിട്ടാണ് ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. 4 എണ്ണം വരുന്ന ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം എടുക്കുന്നുള്ളൂ. പിന്നെ എടുത്തേക്കുന്നത് പാഡ് ഫിക്സേറ്ററാണ്. അതായത് നോർമൽ നമ്മുടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻറ്റിയാണ്. ഇതിനകത്ത് ഈ ഒരു പാൻറ്റിക്കകത്ത് തന്നെ നമുക്ക് ഈ ഇതുപോലെയുള്ള പാടുകൾ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ കുറേ റിവ്യൂവിനകത്തും കണ്ടേക്കുന്നത് ഇത് അത്ര വർക്കിംഗ് അല്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. ഒരെണ്ണത്തിനകത്ത് തന്നെ 5 പീസ് ഉള്ളത് ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 3 എണ്ണം വരുന്ന കോംബോ ആയിട്ടാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ സാനിറ്ററി പാഡ് ഐറ്റംസ് എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് എണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് മാക്സിമം 3 അല്ലെങ്കിൽ 5 days നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷന് മാത്രം കൊണ്ടുപോയാൽ മതിയാവും. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വീട്ടിൽ വന്നിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര സാധനങ്ങൾ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. ഇത് ക്ലോത്ത് പാഡാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ആമസോൺ ഹോളിനകത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കണ്ടോ,
ഇങ്ങനെ വരുന്ന ഒരു ക്ലോത്ത് പാഡാണ് ഇത്. വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. നമുക്ക് ഒട്ടും തന്നെ ഫ്ലോ കുറവുള്ള സമയത്ത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നോർമൽ നമ്മുടെ സാധാരണ പീരിയഡ്സിന്റെ സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചേക്കുവാണ്, ഇതുവരെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു കംഫർട്ടബിൾ അനുസരിച്ച് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. കാരണം വാഷ് ചെയ്യാനൊക്കെ ആളെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ളതായിരിക്കും നല്ലത്. അപ്പം ഇത് ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടുന്ന മറ്റുള്ള സാധനങ്ങളാണ്. ബ്രഷ് എന്തായാലും എത്ര പേരാണോ ഉള്ളത് അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രഷ്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിൽ ആകെ ഒരാളെ മാത്രമേ അലോ ചെയ്യുള്ളൂ. അപ്പം 2 ബ്രഷ്, ഒന്ന് എനിക്കും ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ബ്രഷാണ്. പിന്നെ വന്നിട്ട് നമുക്ക് സോപ്പ് വേണം. നമ്മൾ സാധാരണ ബാത്ത് പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹോസ്പിറ്റലിൽ അത് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡെറ്റോളിൻ്റെ തന്നെ സോപ്പാണ്. അപ്പം നിങ്ങൾ എപ്പോഴും ഇങ്ങനെയുള്ള കുറച്ച് എന്താണ് ജെംസിൻ്റെ ആ ഒരു ഹൈജീൻ ആയിട്ടുള്ള ആ ഒരു ഏരിയ നോക്കി ട്രൈ ചെയ്യുക കേട്ടോ. ഡെറ്റോളിൻ്റെ സോപ്പ് 2 എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊന്ന് ക്ലോത്തൊക്കെ വാഷ് ചെയ്ത് ഉണക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെറ്റോളിൻ്റെ ഇത് നമ്മുടെ ആ ഒരു ലിക്വിഡ് ഉണ്ട്, ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് യൂസ് ചെയ്യാം. അതൊരു ചെറിയ ബോട്ടിലിൻ്റെ ആവശ്യമുള്ളൂ, ഒരുപാട് വലുതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറുത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വലുത് വാങ്ങിക്കാം. ഇതുപോലെ ട്രാവലായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ മാക്സിമം ചെറുത് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഞാൻ 2 സാനിറ്റൈസർ എടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ട് നമുക്ക് ഇപ്പോഴത്തെ സമയത്ത് വേണ്ടുന്ന സാധനങ്ങൾ, അതും ഡെറ്റോളിൻ്റെ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് മാസ്കാണ്. ഡിസ്പോസിബിൾ മാസ്ക് തന്നെ എടുക്കാനായിട്ട് നോക്കാം. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് പിന്നെ വാഷ് ചെയ്ത് ഉണക്കി റീയൂസ് ചെയ്യാനുള്ള അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പാക്കറ്റിൽ വാങ്ങിക്കുക. ഒരു 100 റുപ്പീസിനകത്ത് കിട്ടും. അറൗണ്ട് ഒരു 50 എണ്ണമെങ്കിലും ഉണ്ടാവും, 15 ദിവസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഡിസ്പോസിബിൾ തന്നെ വാങ്ങി യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ്ബിനിലിട്ട് കളഞ്ഞാൽ മതിയാവും. പിന്നെ വാഷ് ചെയ്യുക, അതിനെ ഉണക്കുക. ഹോസ്പിറ്റലിലൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമുക്കിത് മസ്റ്റായിട്ടും വേണ്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ളത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഒരു ചെറിയ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡേയ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറുത് തന്നെ വാങ്ങി കൊണ്ടുപോകാനായിട്ട് നോക്കുക. കാരണം വലുത് നമുക്ക് പിന്നെ ഒരുപാട് എന്താണ് നമുക്ക് വലുതാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബാഗ് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഫേസിൽ ഞാൻ അങ്ങനെ സോപ്പ് ഉപയോഗിക്കാറില്ല. ഇപ്പം എടുത്തേക്കുന്നത് ഞാൻ ഫേസ് വാഷ് ആണ് കേട്ടോ. ഒരു അക്വാഗ്ലോയുടെ ഹിമാലയയുടെ അക്വാഗ്ലോ ഫേസ് വാഷ് ആണ്. ഇതിനകത്ത് ജസ്റ്റ് ആ ഒരു സിലിക്കോണിന്റെ ബ്രഷും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. അതാണ് എടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ചപ്പലാണ്. അപ്പം ഇത് ഇവിടുന്നേ പോവുകയാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ നാളെയാണ് അഡ്മിറ്റ് എന്ന് അറിയാൻ പറ്റുമെങ്കിൽ ഇവിടുന്നേ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനാണ് പ്ലാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പ്ലാനിങ്ങിലാണ് ഇത് എടുത്തേക്കുന്നത് കേട്ടോ. നല്ലൊരു ചെരുപ്പാണ്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ മീഷോന്നോ മറ്റോ വാങ്ങിച്ചതാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇപ്പം അത് യൂസ്ഫുള്ളായി. അപ്പം അതാണ് നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഒരു സ്കിൻ കെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്തുള്ള പ്രോഡക്റ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റേസറുണ്ട്, ഷേവിങ് റേസറാണ്. ഇത് നമുക്ക് എന്തായാലും ആവശ്യം വരുന്ന ഒരു സംഭവമാണ്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് വീനസിൻ്റെയാണ്. ഇതിനകത്ത് നമ്മുടെ ആ ഒരു ജെല്ലും കൂടെ, അവക്കാഡോ ജെല്ലും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക, ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, അതായത് ആ ബ്ലേഡ് ആ ഒരു ജെല്ലും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ഒരു ബോക്സിനകത്ത് തന്നെ നമുക്ക് വെക്കാം. ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി അല്ലേ, നമുക്ക് എവിടെയെങ്കിലും ഇട്ട് നമ്മുടെ കയ്യിലൊക്കെ കയറി കൊണ്ട് മുറിയും അങ്ങനെയുള്ള ഒരു ഇതൊന്നും വേണ്ട. ഇതുപോലെ ഒരു ചെറിയ ബോക്സിനകത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഇതിനകത്തുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ ക്രീം. ഇത് നമ്മുടെ തന്നെ പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു കോമ്പാണ്. ഇത് നീമിൻ്റെ കോമ്പാണ് കേട്ടോ. ആഫ്റ്റർ ഡെലിവറിയിൽ നമുക്കങ്ങനെ കോമ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. എങ്കിലും ഞാനൊരു കോമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് മുന്നേയൊക്കെ യൂസ് ചെയ്യാമല്ലോ. പിന്നെ വന്നിട്ട് ഇതിനകത്തുള്ളത് നമ്മുടെ തന്നെ ഒരു ലിപ് ബാം ആണ്, വേറെ ഒന്നുമില്ല.
പിന്നെ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു സാധനമാണ്. നമുക്ക് ഇപ്പം നമുക്കായാലും കൂടെ നിൽക്കുന്നവർക്കായാലും ജസ്റ്റ് ഒരു തലവേദന വരെ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു സാധനം വിക്സ് ഫേബർ. അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ വലിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കിടക്കുമ്പോൾ എൻ്റെ തലയുടെ സൈഡിലായിട്ട് ബെഡിൻ്റെ ഒരു സൈഡിലായിട്ട് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ ഒരു വിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് മണപ്പിക്കാറുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു ഹെയർ ടൈ ആണ്. നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ നമുക്ക് ഡെലിവറിക്കായിട്ട് പോകുമ്പോൾ തലയ്ക്ക് നന്നായിട്ട് കോമ്പ് ചെയ്ത് കെട്ടി വെച്ചിട്ടായിരിക്കുമല്ലോ പോകണം. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ ടൈയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു പൗച്ചിനകത്ത് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ സിറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഒരു 3 ഡേയ്സിൻ്റെ ഇതല്ലേ ഉള്ളൂ. തിരികെ വീട്ടിലേക്ക് വരണമെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഡ്രൈയിങ് ആണ്. അത് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല ആഫ്റ്റർ ഡെലിവറിയിൽ ഞാൻ പോസ്റ്റ് ഡെലിവറി കെയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് C-സെക്ഷൻ ആണെങ്കിൽ നമുക്ക് മുറിവ് കരിയാതെ പോകാനായിട്ട് പറ്റില്ല. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കണ്ടംകുളത്തിലേക്ക് പോകാനാണ് പ്ലാൻ. ട്രിവാൻഡ്രത്തെ കണ്ടംകുളത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പോസ്റ്റ് ഡെലിവറി കെയറും കഴിഞ്ഞ് ഞാൻ തിരികെ വീട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ എന്താണെന്ന് അറിയാത്തതിൻ്റെ ആ ഒരു ഇതുള്ളത് കൊണ്ട് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നേരെ കണ്ടംകുളത്തിലേക്ക് പോകും. അതല്ല C-സെക്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. എന്നിട്ട് മുറിവ് കരിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നോർമൽ ഡെലിവറി ആണെങ്കിൽ പിന്നെ അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ ഡിസ്ചാർജ് ആവുന്ന ദിവസം തന്നെ നമുക്ക് അവിടേക്ക് പോയി ഡെലിവറി കയറി എത്ര നേരത്തെ ചെയ്യുന്നു അത്രയും നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. അതിനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മോൻ്റെ സമയത്ത് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ അതുകൊണ്ട് ഒന്നും വാങ്ങുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ആമസോണിൽ ഒരു വിഷ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഡെലിവറിയിൽ എന്തായാലും അത് വാങ്ങാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനത് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. വാങ്ങണമെന്നുള്ളവർക്ക്, നേരത്തെ വാങ്ങി വെക്കണമെന്നുള്ളവർക്ക് വാങ്ങി വെക്കാൻ കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞതാണ്. നേരത്തെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. ഇത് ഇവിടെ നമുക്ക് ഇങ്ങനെ സിബ് വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഒരു വെൽവെറ്റ് ടൈപ്പ് ഓഫ് സിബാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഴുക്കൊക്കെ പറ്റി കഴിഞ്ഞാൽ വാഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമ്മുടെ നല്ല സാധാരണ വൈറ്റ് കളറിൽ അതിനകത്ത് വേറൊരു ക്ലോത്തിനകത്താണ് ഈ പഞ്ഞിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഊരി വാഷ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കിങ്ങനെ ചാരി ഇരിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വശം പിടിച്ച് നമുക്കിങ്ങനെ വയറിന് താങ്ങ് കൊടുക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാതെ വരേക്കും.